Welcome, my dear friends. How are you? We have already learned the present and past tenses. We are going to learn the simple future tense today. ഇന്ന് നമുക്ക് future tense പഠിക്കാം. Future tense also has 4 forms. Future tenseനും 4 ഭേദങ്ങളുണ്ട്. In today's class, we will learn the first and most basic one, the simple future tense which uses will plus base form of the verb. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിൽ ആദ്യത്തേതായ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത് ഇപ്രകാരമാണ്: സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1, that is base form of the verb. Example, she will go. ഈ വാചകത്തിൽ സബ്ജക്ട് she, അതിനുശേഷം will plus V1, that is base form of the verb. ഇവിടെ go ആണ് base verb. Future tense is used to talk about actions or events that will happen after now, that is in the future. Future tense എന്നത് ഇനിയും നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ആണ് ഉപയോഗിക്കുന്നത്. Let's see some examples using future tense. ഞാൻ അടുത്ത ആഴ്ച എന്റെ ഗ്രാൻഡ്മദറിനെ സന്ദർശിക്കും. I'll visit my grandmother next week. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കാനായി വിൽ പ്ലസ് ബേസ് ഫോമിലുള്ള വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിസിറ്റ് ആണ് ഇതിലെ ബേസ് ഫോമിലുള്ള വേർബ്. ഞങ്ങൾ വൈകുന്നേരം മാർക്കറ്റിൽ പോകും. We will go to the market in the evening. ഇവിടെ go ആണ് ബേസ് ഫോമിലുള്ള വേർബ്. ഈ വാചകത്തിലെ സബ്ജക്റ്റ് വി ആണ്. അത് പ്ലൂരൽ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും സബ്ജക്റ്റിന് ശേഷം ഹെൽപ്പിംഗ് വേർബ് ആയ വിൽ തന്നെയാണ് എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂരൽ ആയാലും മെയിൻ വേർബ് ബേസ് ഫോമിൽ തന്നെ ആയിരിക്കും. അവൾ അടുത്ത മാസം വിവാഹത്തിൽ പങ്കെടുക്കും. ഷീ വിൽ അറ്റൻഡ് ദ വെഡിങ് നെക്സ്റ്റ് മന്ത്. ഈ വാചകത്തിൽ ബേസ് ഫോമിലുള്ള വേർബ് ഏതാണ്? അറ്റൻഡ്. എന്റെ സഹോദരൻ അടുത്ത വർഷം കോളേജിൽ ചേരും. മൈ ബ്രദർ വിൽ ജോയിൻ കോളേജ് നെക്സ്റ്റ് ഇയർ. ജോയിൻ ആണ് ബേസ് ഫോമിലുള്ള വേർബ്. ഈ വാചകങ്ങൾ പ്ലാൻഡ് ആക്ഷൻസ് അഥവാ മുൻകൂട്ടി നിശ്ചയിച്ച പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ പേന കാണാനില്ല, അതിനു പകരം ഞാൻ പെൻസിൽ ഉപയോഗിക്കും. ഐ കാൺട്ട് ഫൈൻഡ് മൈ പെൻ, ഐ വിൽ യൂസ് എ പെൻസിൽ ഇൻസ്റ്റെഡ്. ഇവിടെ ഐ വിൽ യൂസ് എ പെൻസിൽ ഇൻസ്റ്റെഡ് എന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള വാചകം. യൂസ് എന്നതാണ് ബേസ് ഫോമിലുള്ള വേർബ്. വെളിച്ചം പോയി, ഞാനൊരു മെഴുകുതിരി കൊണ്ടുവരാം. The lights went out. I will get a candle. ഇവിടെ I will get a candle എന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള വാചകം. Get എന്നതാണ് ബേസ് ഫോമിലുള്ള വേർബ്. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ഭക്ഷണം ഓർഡർ ചെയ്യും. I am hungry. I will order some food. ഇവിടെ ഏതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വാചകം? I will order some food. ഇവിടെ will order എന്നതാണ് ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നത്. ഓർഡർ എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്. വളരെ ഇരുട്ടാണ്, ഞാൻ ലൈറ്റ് ഓൺ ആക്കും. ഇറ്റ്സ് ടു ഡാർക്ക്, ഐ വിൽ സ്വിച്ച് ഓൺ ദ ലൈറ്റ്. ഐ വിൽ സ്വിച്ച് ഓൺ ദ ലൈറ്റ് എന്നതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വാചകം. വിൽ സ്വിച്ച് ഓൺ എന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. സ്വിച്ച് ഓൺ എന്നാൽ ഓൺ ചെയ്യുക. ഇത് ഫ്രേസൽ വേർബാണ്. ഇത് ബേസ് ഫോമിലാണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള ഇത്തരം വാചകങ്ങൾ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നാളെ മഴ പെയ്യും. ഇറ്റ് വിൽ റെയിൻ ടുമോറോ. ഇവിടെ വിൽ റെയിൻ എന്നതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഫോം. റെയിൻ എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്. ഇന്ത്യ മത്സരം ജയിക്കും. എങ്ങനെ പറയും? ഇന്ത്യ വിൽ വിൻ ദ മാച്ച്. വിൽ വിൻ എന്നതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഫോം. വിൻ എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്. നീ ഉടൻ സുഖം പ്രാപിക്കും. യു വിൽ ഫീൽ ബെറ്റർ സൂൺ. ഇതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഫോം. വിൽ ഫീൽ. ബേസ് ഫോമിലുള്ള വേർബ് ഏതാണ്? ഫീൽ. അടുത്ത മാസം വിലകൾ ഉയരും. എങ്ങനെ പറയും? ദ പ്രൈസസ് വിൽ ഗോ അപ്പ് നെക്സ്റ്റ് മന്ത്. വിൽ ഗോ അപ്പ് എന്നതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഫോം. ഗോ അപ്പ് എന്നത് ബേസ് ഫോമിലുള്ള വേർബ് ഫോം ആണ്. ഗോ അപ്പ് എന്നത് ഫ്രേസൽ വേർബ് ആണ്. ഗോ അപ്പ് എന്നാൽ ടു ഇൻക്രീസ് ഓർ മൂവ് ടു എ ഹയർ ലെവൽ, അതായത് വർദ്ധിക്കുക എന്നർത്ഥം. ഈ വാചകങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രഡിക്ഷൻസ് അഥവാ പ്രവചനങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു. ഇവിടെ ഏതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഫോം? വിൽ ഹെൽപ്പ്. ഹെൽപ്പ് എന്നതാണ് ബേസ് ഫോമിലുള്ള വേർബ്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. ഐ വിൽ ഓൾവേസ് ബി വിത്ത് യു.
Here, will is the helping verb showing future tense. ഇവിടെ will എന്നത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു സഹായക്രിയയാണ്. ഈ വാചകത്തിൽ eat, jump, run പോലുള്ള ആക്ഷൻ വേർബ് അതായത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ be എന്ന വേർബാണ് ഇതിലെ മെയിൻ വേർബ്. മെയിൻ വേർബ് എന്നാൽ വാക്യത്തിൽ പ്രധാന അർത്ഥം നൽകുന്ന ക്രിയ. be is the base form of the linking verbs am, is, are, was and were. ഈ വാചകത്തിൽ ബി ഒരു സ്റ്റേറ്റ് അഥവാ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അതിനാൽ ഈ വാചകത്തിൽ ബി എന്ന ക്രിയ ഒരു ലിങ്കിങ് വേർബായി പ്രവർത്തിക്കുന്നു. ഓൾവേസ് എന്നത് ആഡ്വർബാണ്. ഓൾവേസ്, യൂഷ്വലി, നെവർ എന്നീ ആഡ്വർബുകളെ ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. ഇവ ഒരു പ്രവൃത്തി എത്ര തവണ സംഭവിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഈ ആഡ്വർബുകൾ സാധാരണയായി ഹെൽപ്പിംഗ് വേർബിന് ശേഷവും മെയിൻ വേർബിന് മുന്നിലുമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. വി വിൽ നെവർ ഹേർട്ട് യു. വിൽ ഹേർട്ട് എന്നതാണ് ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ മെയിൻ വേർബ് ഹേർട്ട് ആണ്, അത് ബേസ് ഫോമിലാണ്. നെവർ എന്നത് ആഡ്വർബ് ആണ്. അവൻ നാളെ നിന്റെ പണം തിരിച്ചു തരും. ഹി വിൽ റിട്ടേൺ യുവർ മണി ടുമോറോ. ഇവിടെ ഏതാണ് ഫ്യൂച്ചർ ടെൻസ്? വിൽ റിട്ടേൺ. റിട്ടേൺ എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്. ഈ വാചകങ്ങൾ പ്രോമിസസ് അഥവാ വാഗ്ദാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നീ എനിക്ക് വേണ്ടി ഈ ബാഗ് എടുക്കുമോ? വിൽ യു ക്യാരി ദിസ് ബാഗ് ഫോർ മീ? വിൽ ക്യാരി എന്നതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഫോം. ക്യാരി എന്നതാണ് ബേസ് ഫോമിലുള്ള വേർബ്. ഇത് ചോദ്യരൂപത്തിലുള്ള വാചകമായതുകൊണ്ട് വിൽ ക്യാരി എന്നതിന്റെ ഇടയിൽ സബ്ജക്റ്റ് ആയ യു ഉപയോഗിച്ചിരിക്കുന്നു. ദയവായി വാതിൽ അടയ്ക്കുമോ? എങ്ങനെ പറയും? വിൽ യു ക്ലോസ് ദ ഡോർ പ്ലീസ്? വിൽ ക്ലോസ് എന്നതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഫോം. ക്ലോസ് എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്. ചോദ്യരൂപത്തിലായതുകൊണ്ട് വിൽ ക്ലോസ് എന്നതിന്റെ ഇടയിൽ സബ്ജക്റ്റ് ആയ യു വന്നിരിക്കുന്നു. ഞാൻ ഇത് നിനക്ക് വേണ്ടി വഹിക്കും. ഐ ക്യാരി ദിസ് ഫോർ യു. ഇവിടെ ഏതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ്? വിൽ ക്യാരി. ഏതാണ് ബേസ് ഫോമിലുള്ള വേർബ്? ക്യാരി. നീ എന്നെ ഈ പദ്ധതിയിൽ സഹായിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോജക്ട്? ഇവിടെ ഏതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ്? വിൽ ഹെൽപ്പ്. ഹെൽപ്പ് എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്. ഇത്തരം വാചകങ്ങൾ ഓഫേഴ്സ് അതായത് സഹായം വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിക്വസ്റ്റ് അപേക്ഷിക്കുന്ന സമയത്ത് ഒക്കെ ഉപയോഗിക്കുന്നു. നീ വീണ്ടും കള്ളം പറഞ്ഞാൽ ഞാൻ നിന്നെ വിശ്വസിക്കില്ല. ഇഫ് യു ലൈ അഗെയിൻ ഐ വിൽ നോട്ട് ട്രസ്റ്റ് യു. ഈ വാചകത്തിൽ വിൽ നോട്ട് ട്രസ്റ്റ് എന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ നെഗറ്റീവ് ഫോം ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നെഗറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ വിൽ പ്ലസ് നോട്ട് പ്ലസ് ബേസ് വേർബ് എന്ന രീതിയിലാണ് വരുന്നത്. വിൽ എന്നത് ഹെൽപ്പിംഗ് വേർബ് ആണ്. മെയിൻ വേർബ് ആയിട്ടുള്ള ട്രസ്റ്റ് ബേസ് ഫോമിലാണ്. നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ ബുദ്ധിമുട്ടേണ്ടി വരും. യു വിൽ ബി ഇൻ ട്രബിൾ ഇഫ് യു ഡോണ്ട് ലിസൺ. ഇവിടെ വിൽ ബി എന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. നീ പഠിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടും. ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു വിൽ ഫെയിൽ ദ ടെസ്റ്റ്. ഇവിടെ വിൽ ഫെയിൽ എന്നതാണ് ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഫോം. ഫെയിൽ എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്. നീ നിയമം ലംഘിച്ചാൽ ടീച്ചർ നിന്നെ ശിക്ഷിക്കും. യു ബ്രേക്ക് ദ റൂൾ ദ ടീച്ചർ വിൽ പണിഷ് യു. ഇവിടെ ഏതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഫോം? വിൽ പണിഷ്. പണിഷ് എന്ന വേർബ് ബേസ് ഫോമിലാണ്. ഈ വാചകങ്ങൾ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസുകളാണ്. അതായത് ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഭാവിയിൽ ഫലം എങ്ങനെ വരും എന്നർത്ഥമാക്കുന്ന വാചകങ്ങൾ. ഈ വാചകങ്ങളിൽ ഇഫ് ക്ലോസിന്റെ ഭാഗം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസിന്റെ ഭാഗമാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ വരുന്നത്. വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നത്. The simple future tense in the first conditional sentences shows warning, threat or possibility. First conditional വാചകങ്ങളിലെ simple future tense വാർണിംഗ് അഥവാ മുന്നറിയിപ്പ്, ത്രെറ്റ് അഥവാ ഭീഷണി, അല്ലെങ്കിൽ പോസിബിലിറ്റി അഥവാ സാധ്യത എന്നിവയെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. ട്രെയിൻ വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടും. The train will leave at 5 p.m. വിൽ ലീവ് എന്ന വേർബാണ് ഇവിടെ ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നത്. ലീവ് എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്. ഇപ്പോൾ ജൂൺ 1 വീണ്ടും തുറക്കും. ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്ന വേർബ് ഏതാണ്? വിൽ റീഓപ്പൺ. റീഓപ്പൺ എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്.
പുതിയ പാലം അടുത്ത മാസം പ്രവർത്തനക്ഷമമാകും. The new bridge will open next month. ഇവിടെ ഫ്യൂച്ചർ ടെൻസിലുള്ള വേർബ് ഏതാണ്? will open. ഏതാണ്? ബേസ് ഫോമിലുള്ള വേർബ് ഓപ്പൺ. സ്കൂൾ പരീക്ഷകൾ ഒക്ടോബർ 10 തുടങ്ങും. എങ്ങനെ പറയും? The school exams will start on 10th October. ഇവിടെ will start എന്നത് ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നു. സ്റ്റാർട്ട് എന്നത് ബേസ് ഫോമിലുള്ള വേർബാണ്. ഫ്യൂച്ചർ ഫാക്ട്സ് അഥവാ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഉറപ്പായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കുന്നത്. Let's get familiar with a few more examples in simple future tense. ഞാൻ നാളെ നിന്നെ വിളിക്കും. I'll call you tomorrow. This is a planned future action. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. അവൾ പുസ്തകം കൊണ്ടുവരും. She will bring the book. This sentence also shows a planned action. അവൻ അടുത്ത ആഴ്ച സ്കൂളിൽ പോകും. He will go to school next week. This is a fixed future plan. ഇത് മുൻകൂട്ടി നിശ്ചയിച്ച ഭാവി പദ്ധതിയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മഴ പെയ്യും. It will rain in the evening. This sentence shows a prediction. ഈ വാചകം ഒരു പ്രവചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിനക്ക് സിനിമ ഇഷ്ടപ്പെടും. You will enjoy the movie. This sentence shows an assurance. ഈ വാക്യം ഒരു ഉറപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അവർ അടുത്ത ഞായറാഴ്ച ഞങ്ങളെ സന്ദർശിക്കും. They will visit us next Sunday. This is a planned future action. ഞങ്ങൾ നിന്നെ സഹായിക്കും. We will help you. This sentence is used when we offer help or make a promise to help someone. എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുമ്പോഴോ ഉറപ്പ് പറയുമ്പോഴോ ഇത്തരം വാചകം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം രവി പാചകം ചെയ്യും. രവി will cook dinner today. This sentence expresses a planned personal future action. ഈ വാചകം ഒരാൾ നേരത്തെ തീരുമാനിച്ച ഒരു ഭാവി പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. അധ്യാപകൻ നാളെ വിഷയം വിശദീകരിക്കും. The teacher will explain the topic tomorrow. This is a future classroom activity. എന്റെ അച്ഛൻ ഒരു പുതിയ ഫോൺ വാങ്ങും. My father will buy a new phone. This sentence expresses a planned future action or intention. ഈ വാചകം ഒരാൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഭാവി പ്രവൃത്തിയെ അല്ലെങ്കിൽ ഉദ്ദേശ്യത്തെ സൂചിപ്പിക്കുന്നു. കുട്ടികൾ പാർക്കിൽ കളിക്കും. The children will play in the park. This sentence shows a future leisure activity. ദിവസം അവൾ ഡോക്ടറായി മാറും. She will become a doctor one day. This sentence shows future ambition or dream. ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കില്ല. I will never forget this day. This sentence shows a strong personal emotion or promise. നീ എന്നെ ഇതിൽ സഹായിക്കുമോ? Will you help me with this? This sentence is a request or a question about a future action. ഞങ്ങൾ വൈകില്ല. We will not be late. This is a negative future sentence. അവൻ ഈ പദ്ധതി അംഗീകരിക്കില്ല. He will not agree to this plan. This sentence expresses a refusal or disagreement in the future. അവർ അടുത്ത മാസം ഡൽഹിയിലേക്ക് യാത്ര ചെയ്യും. They will travel to Delhi next month. ഇത് പൂർത്തിയാവാൻ ഒരു മണിക്കൂർ എടുക്കും. It will take an hour to finish. കഠിനമായി പ്രയത്നിച്ചാൽ നീ വിജയിക്കും. You will succeed if you work hard. This sentence expresses a possibility or condition in the future. It shows what is likely to happen if a certain condition is met. ഒരു നിബന്ധന നിറവേറ്റപ്പെട്ടാൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യത്തെ ഇത് സൂചിപ്പിക്കുന്നു. My dear friends, that's all for today's class. I hope the explanations were clear to you. If you enjoy my classes, please like, share and subscribe to my channel. Don't forget to press the bell icon to receive notifications for my upcoming videos. Thank you for joining me. Have a wonderful day.